ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ജനങ്ങളുടെ പ്രതീക്ഷകൾക്കൊത്ത് ജനപ്രതിനിധികൾ പ്രവർത്തിക്കണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മിലി മോഹനൻ. ജീവനക്കാർക്കും അധ്യാപകർക്കും ന്യായമായി ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ പോലും നൽകാത്ത സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് KPSTA. ആശാൻ സ്മൃതി ദിനത്തിൽ നന്മ സാഹിത്യകാര സംഗമം. കേരള ഡിസബിലിറ്റി ഫെസ്റ്റിവലിന്റെ പ്രചരണാർത്ഥം നടത്തുന്ന കേരളം ഓടുന്നു വിളംബര ജാഥകൾ ജനുവരി 21-ന്. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. KPSTA 10ാം സംസ്ഥാന സമ്മേളനം കോഴിക്കോട് ശ്രീനാരായണ സെന്റിനറി ഹാളിൽ ജനുവരി 21 മുതൽ 24 വരെ നടക്കും. മുതലക്കുളത്ത് നടക്കുന്ന പൊതുസമ്മേളനം പ്രതിപക്ഷ നേതാവ് VD സതീശനും സമാപന സമ്മേളനം KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും ഉദ്ഘാടനം ചെയ്യും. 10 വർഷത്തെ ഇടതുപക്ഷ ഭരണം കേരളത്തിലെ സർക്കാർ ജീവനക്കാരെയും അധ്യാപകരെയും പ്രതികൂലമായി ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലാവസ്ഥയിൽ ജീവനക്കാർക്കും അധ്യാപകർക്കും ലഭിക്കേണ്ട ന്യായമായ ആനുകൂല്യങ്ങൾ നിഷേധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സർക്കാർ, ആ സർക്കാരിനെതിരെയുള്ള ഒരു തിരുത്ത ശക്തിയായി എക്കാലത്തും അധ്യാപക പക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് KPSTA. 10ാം സംസ്ഥാന സമ്മേളനം 22-ാം തീയതി രാവിലെ 10:30 പ്രിയങ്കരനായ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ അവർ ഉദ്ഘാടനം ചെയ്യുന്നതാണ്. ജനുവരി 21-ന് നടക്കുന്ന കൊടിമര ജാഥയോടെ KPSTA 10ാം സംസ്ഥാന സമ്മേളനത്തിന് തുടക്കമാകും. രാമനാട്ടുകരയിൽ നിന്നും ആരംഭിക്കുന്ന ജാഥ MK രാഘവൻ MP-യും അഴിയൂരിൽ നിന്നും ആരംഭിക്കുന്ന ജാഥ മുൻ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനും ഉദ്ഘാടനം ചെയ്യും. ഛായാചിത്ര ജാഥ, വിളംബര ജാഥ, KPSTA വനിതാ ഫോറം അവതരിപ്പിക്കുന്ന തിരുവാതിരക്കളി, സാംസ്കാരിക സമ്മേളനം, അധ്യാപക പ്രകടനം, വിദ്യാഭ്യാസ സമ്മേളനം, പൊതുസമ്മേളനം, പ്രതിനിധി സമ്മേളനം, ട്രേഡ് യൂണിയൻ സുഹൃത്ത് സമ്മേളനം, യാത്രയയപ്പ് സമ്മേളനം, സമാപന സമ്മേളനം എന്നിവയാണ് പ്രധാന പരിപാടികൾ. പരിപാടികളിൽ കോൺഗ്രസിന്റെയും KPSTAയുടെയും സമുന്നത നേതാക്കൾ പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ആശാൻ സ്മൃതി ദിനത്തിൽ നന്മ സാഹിത്യകാര സംഗമം നടത്തി. നന്മയിലെ എഴുത്തുകാർക്കായി രചനാ മത്സരങ്ങളും സംഘടിപ്പിച്ചു. കവി PK ഗോപി പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടന നന്മ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ആശാൻ സ്മൃതി ദിനത്തിൽ നന്മ സാഹിത്യകാരുടെ സംഗമം സംഘടിപ്പിച്ചു. കോഴിക്കോട് ജില്ലയിലെ നന്മയിലെ എഴുത്തുകാർക്കായി കഥ, കവിത, രചനാ മത്സരം സംഘടിപ്പിക്കുകയുണ്ടായി. കോഴിക്കോട് ഇൻഡോർ സ്റ്റേഡിയം ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രശസ്ത കവിയും പ്രഭാഷകനുമായ PK ഗോപി ഉദ്ഘാടനം നിർവഹിച്ചു. വ്യത്യാസമില്ലാതെ കലാപ്രതിഭകളുടെ സംഗമമാണ് ഇന്നിവിടെ. അതുകൊണ്ട് ഏകാന്തം വിഷമമൃതാക്കിയും വെറും പാഴാകാശങ്ങളിൽ അലമാടി ആരചിച്ചും ലോകാനുഗ്രഹപരയായും കലേ അടിയങ്ങൾക്കും വിടുന്നേ. നന്മ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മഠത്തിൽ രാജീവൻ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് TK വേണു അധ്യക്ഷത വഹിച്ചു. രചനാ മത്സരത്തിന്റെ ഫലപ്രഖ്യാപനം ശശി കോട്ടിൽ നിർവഹിച്ചു. നന്മ സംസ്ഥാന പ്രസിഡന്റ് വിൽസൺ സാമുവേൽ,
കലാ അധ്യാപകൻ UK രാഘവൻ മാസ്റ്റർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ചടങ്ങിന് നന്മ ജില്ലാ കമ്മിറ്റി അംഗം മുരളീധരൻ പറയഞ്ചേരി നന്ദി രേഖപ്പെടുത്തി. ജില്ലാ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ മണിരാജ് പൂനൂർ, ഷെർലി പ്രമോദ്, ഹരീന്ദ്രനാഥ് ഇയാട്, ഷിബു മുട്ടാട്ട് എന്നിവർ നേതൃത്വം കൊടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരള ഡിസബിലിറ്റി ഫെസ്റ്റിവലിന്റെ പ്രചരണാർത്ഥം നടത്തുന്ന കേരളം ഓടുന്നു വിളംബര ജാഥകൾ ജനുവരി 21-ന് കേരളത്തിൽ ഉടനീളം സംഘടിപ്പിക്കും. ജനുവരി 29 മുതൽ ഫെബ്രുവരി 1 വരെ കോഴിക്കോട് ബീച്ചിലാണ് പ്രദർശനം നടക്കുന്നത്. പൊതുവെ സമൂഹം കരുതി പോന്നിരുന്ന ഒരു കാഴ്ചപ്പാടിൽ നിന്ന് ഏത് രീതിയിലാണ് ഡിസബിലിറ്റിയോടുള്ള നമ്മുടെ സമീപനം മാറേണ്ടതെന്നും അല്ലെങ്കിൽ പുതിയ ഒരു കാലത്ത് പുതിയ ഒരു കാഴ്ചപ്പാടിൽ എങ്ങനെയാണ് അത് രൂപപ്പെടേണ്ടതെന്നും ആലോചിക്കുന്നതിന് വേണ്ടി അത് പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി അതിലൂടെ വലിയ ഒരു മാറ്റം സാധ്യമാവുമെന്ന പ്രതീക്ഷയോടുകൂടി നടത്തുന്ന ഒരു ഫെസ്റ്റിവലാണ് കേരള ഡിസബിലിറ്റി ഫെസ്റ്റിവൽ. നിയമപ്രകാരമുള്ള 21 തരം ഭിന്നശേഷികളെ കുറിച്ച് സമൂഹത്തെ ബോധവൽക്കരിക്കുക, വിദ്യാലയങ്ങളിലും തൊഴിലിടങ്ങളിലും പൊതുസ്ഥലങ്ങളിലും ഭിന്നശേഷിക്കാർക്ക് നീതി ഉറപ്പാക്കുക, കോഴിക്കോട് ബീച്ചിൽ വെച്ച് നടക്കുന്ന 4 ദിവസത്തെ മേളയിലേക്ക് ജനശ്രദ്ധ ക്ഷണിക്കുക എന്നതാണ് വിളംബര ജാഥയുടെ ഉദ്ദേശം. തണൽ, ഡിസബിലിറ്റി സംഘടനകൾ, കോഴിക്കോട് ജില്ലാ ഭരണകൂടം, പൗരാവലി എന്നിവരുടെ സഹകരണത്തോടെയാണ് വിളംബര ജാഥകൾ സംഘടിപ്പിക്കുന്നത്. കോഴിക്കോട് ബീച്ചിൽ വെച്ച് നടക്കുന്ന മേളയിൽ എക്സ്പീരിയൻസ് സോൺസ്, അക്കാഡമിക് സെഷനുകൾ, നൂതന അസിസ്റ്റീവ് ടെക്നോളജി, പ്രദർശനങ്ങൾ, കലാസാംസ്കാരിക പരിപാടികൾ എന്നിവ ഉണ്ടാകുമെന്നും സംഘാടകർ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ AK അബ്ദുൽ ഹക്കീം, ഡോക്ടർ ഫായിസ് മുഹമ്മദ്, മഞ്ജു സുനിൽ, ബൈജു ആയാടത്തിൽ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജനങ്ങളുടെ പ്രതീക്ഷകൾക്കൊത്ത് ജനപ്രതിനിധികൾ പ്രവർത്തിക്കണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മിലി മോഹനൻ കോട്ടൂർ പഞ്ചായത്തിൽ ജനപ്രതിനിധികൾക്ക് നൽകിയ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. കോട്ടൂർ നവജീവൻ ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ കോട്ടൂർ പഞ്ചായത്തിലെയും ബ്ലോക്ക് ഡിവിഷനിലെയും ജില്ലാ പഞ്ചായത്ത് പ്രതിനിധികൾക്ക് സ്വീകരണം നൽകി. സ്വീകരണ യോഗം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മിലി മോഹൻ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളുടെ പ്രതീക്ഷകൾക്കൊത്ത് ജനപ്രതിനിധികൾ പ്രവർത്തിക്കണമെന്ന് അവർ പറഞ്ഞു. സ്ഥാനാർത്ഥികളായി നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങിയപ്പോൾ, നമുക്ക് ചുറ്റുമുള്ളവരിലേക്ക് ഇറങ്ങിയപ്പോൾ അവർക്ക് നമ്മളെ കുറിച്ച് വളരെയധികം പ്രതീക്ഷകളുണ്ട്. ആ പ്രതീക്ഷകൾക്കൊപ്പം പ്രവർത്തിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കും. ആദ്യമായി വേണ്ടത് നമുക്ക് ഒരു ജനകീയ മുഖമാണ്. ജനങ്ങളുടെ വോട്ട് നേടിയാണ് നമ്മൾ വിജയിച്ചത് എന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. പ്രശസ്ത നോവലിസ്റ്റ് UK കുമാരൻ മുഖ്യപ്രഭാഷണം നടത്തി. ത്രിതല പഞ്ചായത്തുകൾ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ആശയം തന്നെ ജനാധിപത്യ സംവിധാനത്തിന്റെ കർമ്മോത്ബലമായ പരിപാടികൾ തന്നെയാണ്. അത്തരം പരിപാടികളിലൂടെ സമൂഹത്തിന്റെ വളർച്ചയിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് ജില്ലാ പഞ്ചായത്തുകൾ ഏറ്റെടുക്കേണ്ട പ്രധാന ദൗത്യം. നിർഭാഗ്യവശാൽ പല ഇടങ്ങളിലും നാം കാണുന്നത് രാഷ്ട്രീയത്തിന്റെ അതിപ്രസരം കാരണം അവർക്ക് പലർക്കും കാര്യമായിട്ട് ഒന്നും പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. ട്രസ്റ്റ് ചെയർമാൻ ജോസ് മംഗളാംകുന്നേൽ അധ്യക്ഷനായിരുന്നു. കോട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജാത, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സജില രജീഷ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശശി, ശബാന, ബഷീർ മറയത്തിങ്കൽ, സിനി PK, റനീഷ് KK, സാജിറ ഷമീർ, ഷീബ ഊരാണ്ടിയിൽ, ആബിദ K, മമ്മുക്കുട്ടി വട്ടോളി, ട്രസ്റ്റ് വൈസ് ചെയർമാൻ പ്രകാശൻ ഇല്ലത്ത്, TK ചന്ദ്രൻ, ഹംസക്കോയ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ബാലുശ്ശേരി. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free.
Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ചായ ചായ വിളി തുടങ്ങി. ഉഷേ ചായ. ഉഷ ഇവിടെ ഇല്ല. എന്നാ നിനക്കൊരു ചായ. അച്ഛനൊരു ചായ ഉണ്ടാക്കിയപ്പോ എന്താ? റിട്ടയേർഡ് CI ചായ ഉണ്ടാക്കാൻ. അതിനൊരു വഴിയുണ്ട്, വാ. മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ. ഇനി നല്ല അടിപൊളി ചായ ഉണ്ടാക്കാൻ ഏതൊരു പോലീസുകാരനും പറ്റും. പാലിന്റെ ഗുണമേന്മയോടെ മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ റിച്ച് ടേസ്റ്റി ചായക്ക്. അമ്മയുടെ ചായയൊക്കെ കൊള്ളാം അല്ലേ? ഉവ്വേ, ടേസ്റ്റി ചായ ഈസിയായി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. പൂക്കോഴിത്തങ്ങൾ ഹോസ്പിസ് സമൂഹത്തിന് കരുത്താകുന്ന പാലിയേറ്റീവ് സേവനമാണ് നൽകുന്നതെന്ന് മുസ്ലിം ലീഗ് കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് MA റസാഖ് മാസ്റ്റർ. ത്രിദിന പാലിയേറ്റീവ് വളണ്ടിയർ പരിശീലന ക്യാമ്പിന്റെ സമാപനവും ജനപ്രതിനിധികൾക്കായുള്ള സ്വീകരണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പൂക്കോഴിത്തങ്ങൾ ഹോസ്പിസ് കിഴക്കോത്ത് യൂണിറ്റ് സംഘടിപ്പിച്ച ത്രിദിന പാലിയേറ്റീവ് വളണ്ടിയർ പരിശീലന ക്യാമ്പിന്റെ സമാപനവും ജനപ്രതിനിധികൾക്കുള്ള സ്വീകരണവും മുസ്ലിം ലീഗ് കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് MA റസാഖ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പൂക്കോഴിത്തങ്ങൾ ഹോസ്പിസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പാലിയേറ്റീവ് സേവന പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ രോഗം മൂലം പ്രയാസം അനുഭവിക്കുന്ന ആയിരങ്ങൾക്ക് കരുത്ത് പകരുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഒപ്പം ബ്ലഡ് ഗ്രൂപ്പ് ഡയറക്ടറിയുടെ ലോഞ്ചിംഗ് MA റസാഖ് മാസ്റ്റർ നിർവഹിച്ചു. ഹോസ്പിസ് ചെയർമാൻ MA ഗഫൂർ അധ്യക്ഷനായിരുന്നു. PTH സംസ്ഥാന സമിതി അംഗം PTM ഷറഫുന്നീസ മുഖ്യപ്രഭാഷണം നടത്തി. കിഴക്കോത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C സുബൈർ, വൈസ് പ്രസിഡന്റ് ഉനൈസ് KK, ജില്ലാ പഞ്ചായത്ത് അംഗം മുഹമ്മദ് അൻസ് മടവൂർ, പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി VK അബ്ദുറഹിമാൻ തുടങ്ങിയവർ സംസാരിച്ചു. PTH കിഴക്കോത്തിന്റെ 3ാമത് ബാച്ചിൽ 53 സന്നദ്ധ പ്രവർത്തകരാണ് ലോകാരോഗ്യ സംഘടനയുടെ ഗൈഡ് ലൈൻ പ്രകാരമുള്ള 16 മണിക്കൂർ പരിശീലനം പൂർത്തിയാക്കിയത്. 3 ദിവസത്തെ ക്യാമ്പ് നല്ല ഹാപ്പി ആയിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു എൻഡ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്. കാരണം ഈ ക്യാമ്പിനുള്ള വോളണ്ടിയേഴ്സ് എന്ന് പറയുന്നത് എല്ലാവരും ഓരോ മേഖലയിൽ ഉള്ള ആൾക്കാരാണ്. പക്ഷെ ഈ 3 ദിവസം അവരുടെ എല്ലാ ജോലികളും ഒഴിവാക്കിയിട്ടാണ് ഈ 3 ദിവസത്തെ ക്യാമ്പിന് ഈ ഒരു പുതിയ വോളണ്ടിയേഴ്സിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത്. ഡോക്ടർ MA അമീർ അലി, MT മുഹമ്മദ്, സിസ്റ്റർ ജംഷീറ പെരുമണ്ണ, ജോസ് പുളിമൂട്ടിൽ തുടങ്ങിയവർ പരിശീലന പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, നരുക്കുനി. ഓൾ കേരള ഫിഷ് മർച്ചന്റ്സ് അസോസിയേഷൻ ബേപ്പൂർ യൂണിറ്റ് സമ്മേളനം സംഘടിപ്പിച്ചു. സംസ്ഥാന ജില്ലാ നേതാക്കൾ പങ്കെടുത്തു. പുതിയ ഭാരവാഹികളെയും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. ഓൾ കേരള ഫിഷ് മർച്ചന്റ്സ് അസോസിയേഷൻ AKMFCA ബേപ്പൂർ യൂണിറ്റ് സമ്മേളനവും മെമ്പർഷിപ്പ് ക്യാമ്പയിനും ക്ഷേമനിധി ശേഖരണ പരിപാടിയും ബേപ്പൂർ ഫിഷിംഗ് ഹാർബർ അസോസിയേഷൻ ഹാളിൽ നടന്നു. റിപ്പോർട്ട് അവതരണം, ID കാർഡ് വിതരണം, സംഘടനാ വിശദീകരണം, ചർച്ചകൾ, പുതിയ കമ്മിറ്റി രൂപീകരണം, ജില്ലാ സമ്മേളന പ്രതിനിധികളെ തെരഞ്ഞെടുക്കൽ, ഭാവി പ്രവർത്തനങ്ങളുടെ വിശദീകരണം എന്നിവയും യോഗത്തിൽ നടന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം ശ്യാം പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. 1200 ഉണ്ടായി. അതിനുശേഷം തങ്ങളുടെ വളർച്ചക്കനുസരിച്ച് 3600 മെമ്പർമാരാണ് ഉണ്ടായത്. ഇപ്പം അത് വീണ്ടും വളർന്ന് 3500 എത്തിയിരുന്നു. ഇതാണ് ഇപ്പോൾ സംഘടനയുടെ വളർച്ച. നമുക്ക് സംഘടന എന്തിനു വേണ്ടിയാണ് നമ്മൾ ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ ഒരേ പണിയെടുക്കുന്ന എല്ലാവരും മത്സ്യവ്യാപാരം ചെയ്യും, മത്സ്യം വിൽക്കുകയും കച്ചവടം ചെയ്യുന്ന ആൾക്കാർക്ക് എല്ലാം ഒരു ലക്ഷ്യത്തിലേക്കാണ് ഈ സംഘടന ഉണ്ടാവേണ്ടതെന്ന് ഉദ്ദേശിച്ചാണ് നമ്മൾ ഇങ്ങനെയൊരു സംഘടന ഉണ്ടാക്കിയെടുത്തത്. യൂണിറ്റ് പ്രസിഡന്റ് C മൊയ്തീൻ കോയ അധ്യക്ഷനായിരുന്നു. KV മുസ്തഫ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് P ജാബിർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. K മനാഫ്, സംസ്ഥാന കമ്മിറ്റി അംഗം അജി, M പ്രബീഷ് തുടങ്ങിയവരും സംസാരിച്ചു. പുതിയ കമ്മിറ്റി ഭാരവാഹികളായി മനാഫ് K സെക്രട്ടറി, അലി M ജോയിന്റ് സെക്രട്ടറി, NP റിയാസ് ജോയിന്റ് സെക്രട്ടറി, C മൊയ്തീൻ കോയ പ്രസിഡന്റ്, KV മുസ്തഫ വൈസ് പ്രസിഡന്റ്, അനി TMS വൈസ് പ്രസിഡന്റ്, M പ്രബീഷ് ട്രഷറർ എന്നിവരെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. സ്നേഹദൂതുമായി പീസ് പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥികൾ. സ്കൂളിലെ 7-8 ക്ലാസുകളിലെ വിദ്യാർത്ഥികളാണ് മിറാക്കിൾ ഷെൽട്ടർ ഹോം സന്ദർശിച്ചത്. ധനസഹായം ഷെൽട്ടർ ഹോം അധികൃതർക്ക് കൈമാറി. പുരാവസ്തു ശേഖര പ്രദർശനവും നടന്നു.
സ്നേഹവും സഹാനുഭൂതിയും സാമൂഹിക ഉത്തരവാദിത്വവും കുട്ടികളുടെ മനസ്സിൽ വളർത്തുന്ന മാതൃകാപരമായ പ്രവർത്തനവുമായി പീസ് പബ്ലിക് സ്കൂളിലെ 7-8 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾ മിറാക്കിൾ ഷെൽട്ടർ ഹോം സന്ദർശിച്ചു. കോഹിനൂർ എഞ്ചിനീയറിംഗ് കോളേജിന് സമീപം പ്രവർത്തിക്കുന്ന മിറാക്കിൾ ഷെൽട്ടർ ഹോമിലെ അന്തേവാസികളുമായി കുട്ടികൾ സമയം പങ്കിട്ടത് സ്നേഹവും ചിരിയും കളിയും നിറഞ്ഞ നിമിഷങ്ങളായി മാറി. പേരക്കുട്ടികളെ പോലെ കുട്ടികളെ ചേർത്ത് പിടിച്ച അന്തേവാസികൾക്കും ഈ സന്ദർശനം ഹൃദയസ്പർശിയായ അനുഭവമായി. വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് ശേഖരിച്ച ധനസഹായം ഷെൽട്ടർ ഹോം ഭാരവാഹികൾക്ക് കൈമാറി. ഇതോടൊപ്പം അസീസ്കയുടെ 160-ലധികം രാജ്യങ്ങളുടെ കറൻസികളും കോയിനുകളും ഉൾപ്പെടുത്തിയ അപൂർവ ശേഖരത്തിന്റെ പ്രദർശനവും കുട്ടികൾക്ക് കൗതുകമായി. ഹൈബൗൺസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ അബ്ദുൾ ഷുക്കൂർ നയിച്ച പ്രചോദനാത്മക മോട്ടിവേഷൻ ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ഏറെ ആവേശം നൽകി. സ്കൂളിലെ പ്രമുഖ അധ്യാപകരായ ആദിൽ, റസീൽ, സലീല, ജയശ്രീ, റംലത്ത്, അസ്ന, മുബഷിറ, ഫസീന എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു വിദ്യാർത്ഥികളുടെ സന്ദർശനം. മിറാക്കിൾ ഷെൽട്ടർ ഹോമിന്റെ ചെയർമാൻ ഫാറൂഖ് തുമ്പപ്പാടം, സെക്രട്ടറി ഷബീർ അലി, ട്രഷറർ അനസ്, ജോയിന്റ് സെക്രട്ടറി ഇംതിയാസ്, മാനേജർ ധന്യ, കോർഡിനേറ്റർമാരായ ഷബീബ, നിമ്മി എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. സ്നേഹവും മാനവികതയും സാമൂഹിക ബോധവും കുട്ടികളിൽ വളർത്തുന്ന ഈ സന്ദർശനം വിദ്യാർത്ഥികൾക്ക് മറക്കാനാവാത്ത അനുഭവമായി മാറി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ഇന്നെന്താ ഓഫീസിൽ നിന്ന് വൈകിയത്? ഒന്നും പറയണ്ട, നല്ല തിരക്കായിരുന്നു. ഇന്നും പാല് വാങ്ങാൻ മറന്നോ? ഞാനത് അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞ ഞാൻ വാങ്ങിച്ചു. അതും മിൽമയുടെ ലോങ് ലൈഫ് പാൽ. ഇത് ഒരുപാടുണ്ടല്ലോ, ഇത്രയും വാങ്ങിയ കേടാവില്ലേ? ഇല്ലെന്നേ, അതിനെ കുറിച്ചൊക്കെ ഞാൻ പഠിച്ചു. മിൽമ ലോങ് ലൈഫ് പാൽ അത്യാധുനിക UHT സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സംസ്കരിച്ച് അണുവിമുക്തമാക്കി 5 ലെയർ അസെപ്റ്റിക് പാക്കിംഗിലാണ് ലഭിക്കുന്നത്. തണുപ്പിക്കാതെ തന്നെ 3 മാസം വരെ കേടാവാതിരിക്കും. പാക്കറ്റ് പൊട്ടിച്ച ശേഷം മാത്രം തണുപ്പിച്ച് സൂക്ഷിച്ചാൽ മതി. കൂടാതെ വൈറ്റമിൻ എയും ഡിയും ഉണ്ട്. മായം ഒന്നുമില്ല. സാങ്കേതിക വിദ്യ പോയ പോക്കെ. വിശ്വസിക്കാം മിൽമയെ. അപ്പൊ ഇനി പാല് മുടങ്ങില്ലല്ലേ? ഇനി വാങ്ങാം മിൽമ ലോങ് ലൈഫ് പാൽ. സേഫ് ആണ്, ഹെൽത്തി ആണ്. മിൽമ, കേരളം കണി കണ്ടുണരുന്നു. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ബേപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ഇതൾ സൗഹൃദ സംഗമം നടത്തി. കവി PK ഗോപി ഉദ്ഘാടനം നിർവഹിച്ചു. കൃഷ്ണദാസ് വല്ലാപ്പുന്നയുടെയും സംഘത്തിന്റെയും നാടൻ പാട്ടും അരങ്ങേറി. 1982 10ാം ക്ലാസ് കഴിഞ്ഞ ബേപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ ഇതൾ സൗഹൃദ സംഗമം നടത്തി. ബേപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സംഗമത്തിൽ അംഗങ്ങളും കുടുംബാംഗങ്ങളും അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾക്ക് പുറമെ നാടൻപാട്ട് കലാകാരൻ കൃഷ്ണദാസ് വല്ലാപ്പുന്നിയും സംഘവും അവതരിപ്പിച്ച നാടൻ പാട്ടും അരങ്ങേറി. പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ PK ഗോപി ഉദ്ഘാടനം ചെയ്ത സംഗമത്തിൽ ബാക്കിയെല്ലാം ഉണ്ട്. പക്ഷെ ഞാൻ ഈ വരുന്നത് മാറ്റും ചക്കങ്ങൾ വലിയൊരു ഉദ്ദേശമാണ്, വിളംബരമാണ്, ദിശാബോധമാണ്. നിങ്ങൾ എത്ര ശ്രമിച്ചാലും ചക്കങ്ങൾ നിങ്ങൾക്ക് മാറ്റിയേ പറ്റൂ. നിങ്ങൾ മാറ്റുന്നില്ലെങ്കിൽ മാറ്റും അതുകൾ ഈ അറിയില്ലാതെ ശഠിച്ച് കുത്തിയിരുന്ന നിങ്ങളെ നിങ്ങൾ എത്ര ശഠിച്ചാലും കാലം അതിന്റെ ശക്തിഹസ്തങ്ങൾ കൊണ്ട് നിങ്ങളെ തുടച്ചു മാറ്റും. അത്രമേൽ ശക്തി ആർജിച്ച കാലത്തിന്റെ സംഗമങ്ങളാണ് അമ്മ. ഒരച്ഛൻ നിമിത്തമായി ഒരമ്മ നിമിത്തമായി മാത്രം. ശരിയല്ലേ? പ്രസിഡന്റ് P. ശശികുമാർ അധ്യക്ഷത വഹിച്ചു.
സെക്രട്ടറി മുരളി ബേപ്പൂർ സ്വാഗതം പറഞ്ഞ ഉദ്ഘാടന സമ്മേളനത്തിൽ KP ശ്രീജിത്ത്, പ്രദീപ് എടത്തൊടി, മാനസി, P അനൂപ്, KP സുഷമൻ എന്നിവർ നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. നവസംരംഭക ആശയങ്ങളുമായി ഓക്സ്ഫോർഡ് കോൺക്ലേവ് ജനുവരി 22-23 തീയതികളിൽ പന്തീരാങ്കാവ് ഓക്സ്ഫോർഡ് സ്കൂളിൽ നടക്കും. പാരാ സ്വിമ്മിംഗ് ചാമ്പ്യൻ അസീം വെളമണ്ണ ഉദ്ഘാടനം ചെയ്യും. ഈ വർഷം കുട്ടികളുടെ ഒരു ലോകം പണിയുക എന്നുള്ളതാണ് ഞങ്ങളുടെ തീം. റീഡിസൈനിങ് ദ വേൾഡ് ഫോർ ചിൽഡ്രൻ എന്നുള്ളതാണ് തീം. ഞങ്ങൾ മനസ്സിലാക്കുന്നത് കുട്ടികൾക്ക് ഞങ്ങൾ പ്രോജക്ട്സ് കൊടുത്തു. അതായത് അവരനുഭവിക്കുന്ന അല്ലെങ്കിൽ അവർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോബ്ലംസ് എത്രത്തോളം ഉണ്ട്, അതിനുള്ള സൊല്യൂഷൻസ് കണ്ടെത്താറ്. അത് ഒരു അമേസിങ് റിസൾട്ട് ആയിരുന്നു ഉണ്ടായത്. ഞങ്ങൾ പ്രതീക്ഷിച്ചിലേറെ ഒരുപാട് പ്രോബ്ലംസ്, നമ്മൾ കാണുന്നതല്ല അവർ കാണുന്ന പ്രോബ്ലംസ് എന്നുള്ളത്. അപ്പോൾ ആ പ്രോബ്ലംസിനൊക്കെ പറ്റിയ സൊല്യൂഷൻസ്, ഈവൻ മോളസ്റ്റേഷൻ അടക്കം എങ്ങനെയാണ് സൊല്യൂഷൻ, മറ്റുള്ള ആളുകളെ ഈവൻ പാരൻസിനെ പോലും അറിയിക്കാതെ എങ്ങനെ അതോറിറ്റി അറിയിക്കും, അത്രത്തോളമുള്ള ഒരുപാട് പ്രോബ്ലംസിന് അവർ സൊല്യൂഷൻസ് കണ്ടെത്തി. 200-ൽ പരം വിദ്യാർത്ഥികളിൽ നിന്നും വിവിധ ഘട്ടങ്ങളിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട 12 പുത്തൻ സംരംഭക ആശയങ്ങൾ കോർത്തിണക്കിയാണ് ചൈൽഡ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. ഒരു വർഷത്തോളം എടുത്ത നൈപുണി ട്രെയിനിങ്ങുകളും വിദഗ്ധ സംവാദങ്ങളും കഴിഞ്ഞ് 24 വിദ്യാർത്ഥി സംരംഭകർ വികസിപ്പിച്ചെടുത്ത ശിശു കേന്ദ്രീകൃത സംരംഭകാശയങ്ങളാണ് 23-ന് നടക്കുന്ന കോൺക്ലേവിൽ മാറ്റുരയ്ക്കുന്നത്. കുട്ടി ശാസ്ത്രജ്ഞൻ ഹേബൽ അൻവർ, പ്രശസ്ത മാധ്യമ പ്രവർത്തകർ, സംരംഭകർ, IT പ്രൊഫഷണലുകൾ തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കുമെന്നും ഓക്സ്ഫോർഡ് സ്കൂൾ പന്തീരാങ്കാവ് പ്രിൻസിപ്പൽ ഡോക്ടർ ആൻസ് കെ, ഷാജഹാൻ JM, പ്രോഗ്രാം കോർഡിനേറ്റർ സബീർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വേദപർവം മൂവീസിന്റെ ബാനറിൽ ക്യാപ്റ്റൻ വിജയ് സംവിധാനം നിർവഹിക്കുന്ന മിസ്റ്റർ കെട്ട്യോൻ എന്ന ചിത്രത്തിലെ അഭിനേതാക്കൾക്കായുള്ള ആക്ടിംഗ് വർക്ക്ഷോപ്പിന് തുടക്കമായി. ഫറൂഖ് പ്രസ് ക്ലബിൽ നടന്ന ചടങ്ങിൽ ഉദ്ഘാടനം ഡോക്ടർ പ്രമോദ് നിർവഹിച്ചു. കോഴിക്കോട് ഒരു കൂട്ടായ്മ നടത്തിയ റീസൺ 1 എന്നൊരു സിനിമ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച 2 ആഴ്ച കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്തു. അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് തുടങ്ങാൻ പോവാണ്. അതിലെൻ്റെ കഥാപാത്രം ഒരു രാഷ്ട്രീയ സഖാവ് സൂണൻ പറഞ്ഞൊരു കഥാപാത്രമായിരുന്നു. ഫെബ്രുവരി 2-ാം വാരം ചിത്രീകരണം ആരംഭിക്കുന്ന മിസ്റ്റർ കെട്ട്യോൻ എന്ന ചിത്രത്തിന്റെ ലൊക്കേഷൻ പയ്യോളിയും മാഹിയുമാണ്. അമൽ സാരംഗ് നായകനും ചൈതന്യ മനോജ് നായികയുമാകുന്നു. ഇവരെ കൂടാതെ 25ഓളം കലാകാരന്മാരും ചിത്രത്തിൽ വേഷമിടുന്നു. എന്റെ 2ാമത്തെ സിനിമയാണ് സംവിധാനം ചെയ്യുന്നത്. ഈ സിനിമ കുടുംബ പശ്ചാത്തലത്തിൽ ഗ്രാമീണ അന്തരീക്ഷത്തിൽ കൂടി വാർത്തെടുത്ത ഒരു സിനിമയാണ്. അതുപോലെ തന്നെ ഇതിന്റെ സിനിമയുടെ രചയിതാവ്, ഗാനരചയിതാവും കഥാകൃത്തും ഉഷാന്ത് തേവത്ത് എന്ന് പറഞ്ഞ വ്യക്തിയാണ്. ഇന്നത്തെ തലമുറക്ക് പറ്റിയിട്ടുള്ള കുട്ടികളുടെ രീതിയിൽ ഒരു ന്യൂജൻ സിനിമയായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഈ സിനിമയിൽ ഹാസ്യത്തിനേറെ പ്രാധാന്യം നൽകുന്ന ഒരു സിനിമയാണ്. ഉഷാന്ത് താവത്തിന്റെ തിരക്കഥയ്ക്ക് ക്യാമറ ചലിപ്പിക്കുന്നത് ഹരീഷ് ബാലുശ്ശേരിയാണ്. ബ്രിജേഷ് പ്രതാപാണ് അസോസിയേറ്റ്. പ്രൊഡക്ഷൻ കൺട്രോളറായി പരമേശ്വരൻ പള്ളിക്കൽ, പ്രൊഡക്ഷൻ മാനേജരായി SR ഖാൻ എന്നിവരും പിന്നണിയിലുണ്ട്. ന്യൂസ് ബ്യൂറോ, ഫറൂഖ്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന YouTube ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജനങ്ങളുടെ പ്രതീക്ഷകൾക്കൊത്ത് ജനപ്രതിനിധികൾ പ്രവർത്തിക്കണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മിലി മോഹനൻ. ജീവനക്കാർക്കും അധ്യാപകർക്കും ന്യായമായി ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ പോലും നൽകാത്ത സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് KPSTA. ആശാൻ സ്മൃതി ദിനത്തിൽ നന്മ സാഹിത്യകാര സംഗമം. കേരള ഡിസബിലിറ്റി ഫെസ്റ്റിവലിന്റെ പ്രചരണാർത്ഥം നടത്തുന്ന കേരളം ഓടുന്നു വിളംബര ജാഥകൾ ജനുവരി 21-ന്.
ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.